ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, എൻ്റെ കാലിലൊരു അലർജി വന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ അവിടെ ഒരു പിഗ്മെൻറ്റേഷനായി, അതുപോലെ തന്നെ നല്ലപോലെ തന്നെ സണ്ടാനും റിങ്കിൾസൊക്കെ കൂടിയിട്ടോ. അപ്പോൾ ടൂ വീലർ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കവർ ചെയ്യാതെയും സൺസ്ക്രീൻ യൂസ് ചെയ്യാതെയൊക്കെ പോയത് കാരണമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഞാൻ മാറ്റിയെടുത്തെന്നുള്ളതാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ ബിഫോർ വീഡിയോയും ആഫ്റ്റർ വീഡിയോയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ബിഫോറാണ്, ഇത് വന്നിട്ട് ആഫ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് പറയാം, നമ്മുടെ ഇഷാ ഹെർബ്സിൻ്റെ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീമാണ് യൂസ് ചെയ്തത്. കാലിലെ പിഗ്മെൻറ്റേഷൻ നല്ലപോലെ മാറി, അതുപോലെ തന്നെ റിങ്കിൾസ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ സൺടാൻ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയ്യിലും കാലിലും കുളിക്കുന്ന സമയത്ത് ഗോൾഡൻ ഓയിൽ തേച്ച് കുളിച്ചിട്ട് ബാത്ത് പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം അപ്ലൈ ചെയ്ത് സോക്സ് ഉപയോഗിച്ചാണ് കിടന്നുറങ്ങുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൈയുടെ വീഡിയോയും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കൈമുട്ടിലെ റിങ്കിൾസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, സൺടാൻ നല്ലപോലെ മാറിയിട്ടുണ്ടായിരുന്നു, പിഗ്മെൻറ്റേഷൻ നല്ലപോലെ കുറഞ്ഞു. കാലും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, എൻ്റെ കാലിൽ ഒരു അലർജി പോലെ വന്നിട്ട് നന്നായിട്ട് ഇച്ചിങ് വന്നിട്ട് അവിടെ നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇച്ചിങ് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചൊറിഞ്ഞിട്ട് നല്ലപോലെ സ്പ്രെഡായിട്ട് ഒരു പിഗ്മെൻറ്റേഷൻ മൊത്തം വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ലപോലെ മാറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബിഫോറും ആഫ്റ്ററും കാണുമ്പോൾ അറിയാം. അതുപോലെ തന്നെ കയ്യിൽ കണ്ടോ നല്ല രീതിയിൽ സൺടാനുണ്ട്. അപ്പം ടൂ വീലർ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറേ കൂടി ശ്രദ്ധിക്കണം, യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ടൂ വീലർ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ സൺസ്ക്രീനും പ്രോപ്പറായിട്ട് സൺസ്ക്രീനും കൂടെ തന്നെ ഫോളോ ചെയ്ത് ജാക്കറ്റോടൊക്കെ വെയർ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ കയ്യിൽ സൺടാനും പിഗ്മെൻറ്റേഷനും റിങ്കിൾസൊക്കെ നല്ലപോലെ കൂടി കേട്ടോ. അപ്പം ഇത് ആഫ്റ്റർ വീഡിയോ ആണ്. ഇതും ഞാൻ കയ്യിലും യൂസ് ചെയ്ത് അത് തന്നെയാണ്. സെയിം ഗോൾഡൻ ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് 20 മിനിറ്റ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യും. അതിന് ശേഷം ഞാൻ ബാത്ത് പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കിടക്കുന്നതിന് മുന്നേ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം അപ്ലൈ ചെയ്ത് കിടന്നിറങ്ങും. പിന്നെ ഡേ ടൈമിൽ ഞാൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും കയ്യിലും കാലിലും ഒക്കെ നല്ലപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യും. പിന്നെ ഒരു ജാക്കറ്റ് ഇട്ട് കവറും ചെയ്യും കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ലപോലെ എന്താ പറയുക, പിഗ്മെൻറ്റേഷൻ മാറും കേട്ടോ. അപ്പോൾ ഇനിയും വരുന്നത് വഴിയെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആണ് കാണിക്കുന്നത്. അതായത് ഇപ്പം ഏകദേശം ഒരു 2 months അടുപ്പിച്ച് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഒരു 6 month കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബാക്ക് ടു നോർമൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇതിലേക്ക് വരും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് നമ്മൾ സൺസ്ക്രീൻ അത് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമുക്ക് എന്തൊക്കെ സ്കിൻ കെയർ ചെയ്തിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേർ വിപരീത അനുഭവമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇഷാ ഹെർബ്സിൻ്റെ പ്രൊഡക്ട്സ് വേണ്ടവർ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം കാറ്റലോഗിൻ്റെ. പിന്നെ ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്.